അദ്ധ്യായം 81 അഥവാ സൂറത്തു തക്വീർ, മക്കയിൽ അവതരിച്ചത്. ഇമാം അഹ്മദ്, തിർമിദി, ഹാക്കിം റഹിമഹുമുള്ള എന്നിവർ നിവേദനം ചെയ്തിട്ടുള്ള ഒരു നബിവചനത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: ഖിയാമത്തു നാളിനെ കണ്ണുകൊണ്ട് കാണുന്ന പോലെ നോക്കിക്കാണുവാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അവൻ ഇദസ് ശംസു കുവ്വിറത് വൈദസ് സമാഉൻ ഫതറത് വൈദസ് സമാഉൻ ഷഖ്ഖത് അഥവാ സൂറത്തു തക്വീർ, സൂറത്തു ഇൻഫിത്താർ, സൂറത്തു ഇൻഷിഖാഖ് എന്നിവ ഓതിക്കൊള്ളട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. വചനം 1. ഇദശംസു, സൂര്യനാകുമ്പോൾ, ആകുന്ന സമയം. കുവ്വിറത്ത്, അത് ചുറ്റിപ്പൊതിയപ്പെടുമ്പോൾ. ഇദശംസു കുവ്വിറത്, സൂര്യൻ ചുറ്റിപ്പൊതിയപ്പെടുമ്പോൾ. വചനം 2. വഇദന്നുജൂമു, നക്ഷത്രങ്ങളാകുമ്പോൾ. ഉൻകദറത്, അവ ഉതിർന്നു ചാടുമ്പോൾ. വഇദന്നുജൂമു കദറത്, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുകയും ചെയ്യുമ്പോൾ. വചനം 3. വഇദൽ ജിബാലു, പർവ്വതങ്ങളാകുമ്പോൾ. സുയ്യിറത്, അവ നടത്തപ്പെടുമ്പോൾ. വഇദൽ ജിബാലു സുയ്യിറത്, പർവ്വതങ്ങൾ സ്ഥാനം വിട്ട് നടത്തപ്പെടുകയും ചെയ്യുമ്പോൾ. വചനം 4. വഇദൽ ഇശാറു, പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങളാകുമ്പോൾ. ഉത്തിലത്ത്, അവ വെറുതെ വിടപ്പെടുമ്പോൾ. വഇദൽ ഇശാറു ഉത്തിലത്, പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങൾ വെറുതെ ഒഴിച്ചു വിടപ്പെടുകയും ചെയ്യുമ്പോൾ. വചനം 5. വഇദൽ വുഹൂഷു, കാട്ടുജന്തുക്കളാകുമ്പോൾ. ഹുശിറത്ത്, അവ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ. വഇദൽ വുഹൂഷു ഹുശിറത്, കാട്ടുജന്തുക്കൾ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യുമ്പോൾ. വചനം 6. വഇദൽ ബിഹാറു, സമുദ്രങ്ങളാകുമ്പോൾ. സുജ്ജിറത്ത്, അവ തിളച്ചു മറിക്കപ്പെടുമ്പോൾ. വഇദൽ ബിഹാറു സുജ്ജിറത്, സമുദ്രങ്ങൾ തിളച്ചു മറിക്കപ്പെടുകയും ചെയ്യുമ്പോൾ. വചനം 7. വഇദന്നുഫൂസു, ആത്മാക്കളാകുമ്പോൾ. സുവ്വിജത്ത്, അവ ഇണക്കപ്പെടുമ്പോൾ. വഇദന്നുഫൂസു സുവ്വിജത്, ആത്മാക്കൾ അഥവാ ആളുകൾ കൂട്ടി ഇണക്കപ്പെടുകയും ചെയ്യുമ്പോൾ. വചനം 8. വഇദൽ മൗഊദതു, ജീവനോടെ കുഴിച്ചുമൂടപ്പെട്ടതാകുമ്പോൾ. സുഇലത്ത്, അത് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ. വഇദൽ മൗഊദതു സുഇലത്, ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺശിശു ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ. വചനം 9. ബിഅയ്യി ദംബിൻ, ഏതു കുറ്റം നിമിത്തമാണ്. ഖുതിലത്, അത് കൊല്ലപ്പെട്ടത് എന്ന്. ബിഅയ്യി ദംബിൻ ഖുതിലത്, ഏതൊരു കുറ്റത്തിനാണ് അത് കൊല്ലപ്പെട്ടത് എന്ന്. വചനം 10. വഇദ സുഹുഫു, ഏടുകളാകുമ്പോൾ. നുഷിറത്ത്, അവ വിരുത്തപ്പെടുമ്പോൾ. വഇദസ് സുഹുഫു നുഷിറത്, ഏടുകൾ തുറന്നു വിരുത്തപ്പെടുകയും ചെയ്യുമ്പോൾ. വചനം 11. വഇദസ്സമാഉ, ആകാശമാകുമ്പോൾ. കുഷിത്തത്ത്, അത് ഉരിച്ചു നീക്കപ്പെടുമ്പോൾ. വഇദസ്സമാഉ കുശിതത്, ആകാശം ഉരിച്ചു മറനീക്കപ്പെടുകയും ചെയ്യുമ്പോൾ. വചനം 12. വഇദൽ ജഹീമു, ജ്വലിക്കുന്ന അഗ്നി ആകുമ്പോൾ. സുഇറത്ത്, അത് ആളിക്കത്തിക്കപ്പെടുമ്പോൾ. വഇദൽ ജഹീമു സുഇറത്, ജ്വലിക്കുന്ന അഗ്നി അഥവാ നരകം ആളിക്കത്തിക്കപ്പെടുകയും ചെയ്യുമ്പോൾ. വചനം 13. വഇദൽ ജന്നതു, സ്വർഗമാകുമ്പോൾ. ഉസ്ലിഫത്ത്, അത് അടുപ്പിക്കപ്പെടുമ്പോൾ. വഇദൽ ജന്നതു ഉസ്ലിഫത്, സ്വർഗം അടുപ്പിച്ചു കൊണ്ടുവരപ്പെടുകയും ചെയ്യുമ്പോൾ. വചനം 14. അലിമത്, അറിയും. നഫ്സുൻ,
ഏത് ഓരോ ദേഹവും മാ അഹ്ദറത്ത് അതെന്തു ഹാജരാക്കിയെന്ന്, അതു തയ്യാറാക്കിയത്. علمت نفس ما أحضرت അപ്പോൾ ഓരോ ആളും താൻ തയ്യാറാക്കി കൊണ്ടുവന്നതെന്തെന്ന് അറിയുന്നതാണ്. ഖിയാമത്ത് നാളിലെ കഠിന കഠോരങ്ങളായ ചില സംഭവവികാസങ്ങളാണ് അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നത്. ഒന്ന്, സൂര്യൻ ചുറ്റിപ്പൊതിയപ്പെടുന്നു അഥവാ അതിൻ്റെ പ്രകാശം നഷ്ടപ്പെട്ടു പോകുന്നു. രണ്ട്, നക്ഷത്രഗ്രഹങ്ങളെല്ലാം അവയുടെ സ്ഥാനവും ക്രമവും വിട്ട് കൊഴിഞ്ഞു വീഴുന്നു. മൂന്ന്, പർവ്വതങ്ങൾ അവയുടെ സ്ഥാനം വിട്ട് നീക്കപ്പെടുകയും തട്ടിത്തകർക്കപ്പെടുകയും ചെയ്യുന്നു. നാല്, അറബികളുടെ അടുക്കൽ പ്രത്യേക പരിഗണനയുള്ളതും അവരുടെ സമ്പത്തുകളിൽ വിലപ്പെട്ടതുമായ പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങൾ പോലും അഗണ്യകോടിയിൽ തള്ളപ്പെടുന്നു. അവയെപ്പറ്റി ശ്രദ്ധിക്കുവാൻ ആർക്കും അവസരം ഉണ്ടാകയില്ല. അഞ്ച്, കാട്ടുജീവികളും ദുഷ്ടജന്തുക്കളും പരിഭ്രാന്തി നിമിത്തം പരസ്പരം യാതൊരു അക്രമമോ എതിർപ്പോ കൂടാതെ കൂടിക്കലരുന്നു. ആറ്, ഭൂമിയുടെ സ്വഭാവം പാടെ മാറിപ്പോകുന്ന കൂട്ടത്തിൽ സമുദ്രങ്ങൾ തിളച്ചുമറിയുകയും കവിഞ്ഞൊഴുകുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ സമുദ്രജലം വറ്റി തൽസ്ഥാനത്ത് തീപിടിച്ചു പോകുന്നു എന്നും സാരമായിരിക്കാം. ഇപ്പറഞ്ഞതെല്ലാം ആകാശഭൂമികളിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളാകുന്നു. അതെ, ഭൂമിയും ആകാശവും ഇന്നത്തേതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ മറ്റൊരു രൂപത്തിൽ മാറ്റം ചെയ്യപ്പെടുന്ന ദിവസമാണത്. 7, ഓരോ തരത്തിലുള്ള ആളുകളും അതേ തരത്തിലുള്ള ആളുകളുമായി ഇണക്കപ്പെടുന്നു, അഥവാ നല്ലവർ നല്ലവരുമായും ചീത്തപ്പെട്ടവർ ചീത്തപ്പെട്ടവരുമായും കൂട്ടിച്ചേർക്കപ്പെടും. അല്ലെങ്കിൽ ഓരോ ആത്മാവും അതിൻ്റെ ജഡവുമായി സംയോജിപ്പിക്കപ്പെടുമെന്നു സാരം. 7-ാം വചനത്തിന് ഈ 2 പ്രകാരത്തിലും വ്യാഖ്യാനം നൽകപ്പെട്ടിരിക്കുന്നു. 8, പെൺകുഞ്ഞ് പിറക്കുമ്പോൾ ദാരിദ്ര്യവും അപമാനവും ഭയന്ന് അതിനെ ജീവനോടെ കുഴിച്ചുമൂടുന്ന പതിവ് ജാഹിലിയ കാലത്തുണ്ടായിരുന്നുവല്ലോ. ആ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുവാൻ അവർ ചെയ്ത തെറ്റുകുറ്റങ്ങളെന്തെന്ന് ചോദ്യം ചെയ്യപ്പെടുന്നു, അഥവാ അവരുടെ കാര്യം പ്രത്യേകം വിചാരണയ്ക്ക് വരുന്നു. 9, ഓരോരുത്തൻ്റെ സകല കർമ്മങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഏടുകൾ ഹാജരാക്കപ്പെടുകയും അവരവർ വായിച്ചു നോക്കുമാറ് അവ നിവർത്തി കൈകളിൽ നൽകപ്പെടുകയും ചെയ്യുന്നു. 10, മൃഗങ്ങളുടെ തോലുരിച്ചെടുക്കുന്നത് പോലെ ആകാശത്തിൻ്റെ മറകളെല്ലാം നീക്കിമാറ്റി അവ നഗ്നമാക്കി വെളിവാക്കപ്പെടുന്നു. 11, എത്രയോ കാലമായി കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന നരകം അന്ന് പ്രത്യേകം ആളിക്കത്തിക്കപ്പെടുന്നു. 12, സ്വർഗം സജ്ജനങ്ങളുടെ അടുക്കിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരപ്പെടുന്നു. വ ഉസിലിഫത്തിൽ ജന്നത്തുലിൽ മുത്തഖീൻ വ ബുരിസത്തിൽ ജഹീമുലിൽ ഗാവീൻ. സ്വർഗം ഭയഭക്തന്മാരിലേക്ക് അടുപ്പിക്കപ്പെടും, ജ്വലിക്കുന്ന നരകം ദുർമാർഗികളിലേക്ക് വെളിവാക്കപ്പെടുകയും ചെയ്യും. സൂറത്ത് ശുഅറാ 90-91. ഇങ്ങനെയുള്ള അതിഗൗരവ ഘട്ടങ്ങൾ അനുഭവത്തിൽ കാണുന്ന അവസരത്തിൽ ഓരോ ആൾക്കും ശരിക്കും അറിയാറാകും താൻ ഏതെല്ലാം കർമ്മങ്ങളാണ് മുൻ ജീവിതത്തിൽ വെച്ച് തയ്യാറാക്കിക്കൊണ്ടുവന്നിരിക്കുന്നത്, അവയിൽ സൽക്കർമ്മം ഏതൊക്കെയാണ്, ദുഷ്കർമ്മം ഏതെല്ലാമാണ് എന്നൊക്കെ എല്ലാം അവൻ്റെ ഏട്ടിലും അവൻ്റെ ഓർമ്മയിലും അവന് തെളിഞ്ഞു കാണും. ആ അവസരത്തിൽ സ്വന്തം ഏട്ടിൽ സൽക്കർമ്മങ്ങൾ കണ്ടാനന്ദിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ. വചനം 15. ഫലാ ഉഖ്സിമു എന്നാൽ ഞാൻ സത്യം ചെയ്തു പറയുന്നു, ബിൽ ഖുന്നസ് പിന്മാറിപ്പോകുന്നവ കൊണ്ട്. فلا أقسم بالخنس എന്നാൽ പിൻവാങ്ങിപ്പോകുന്നവ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു. വചനം 16. അൽ ജവാരി നടക്കുന്നവ, സഞ്ചരിക്കുന്നവ. അൽ കുന്നസ് മറഞ്ഞു പോകുന്നവ, അപ്രത്യക്ഷമാകുന്നവ. അൽ ജവാരിൽ കുന്നസ് അതായത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവ, അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നവ. വചനം 17. വല്ലൈലി രാത്രിയെക്കൊണ്ടും. ഇദാ അസ് അസ് അത് മുമ്പോട്ട് ഗമിക്കുമ്പോൾ അല്ലെങ്കിൽ പിമ്പോട്ട് ഗമിക്കുമ്പോൾ, ഇരുട്ടി വരുമ്പോൾ. വല്ലൈലി ഇദാ അസ്അസ് രാത്രി ഇരുട്ടുമായി മുന്നോട്ട് അല്ലെങ്കിൽ പിന്നോട്ട് ഗമിക്കുമ്പോൾ അതുകൊണ്ടും. വചനം 18. വസ്സുബ്ഹി പ്രഭാതം കൊണ്ടും. ഇദാ തനഫസ് അത് വെളിച്ചപ്പെട്ടു വരുമ്പോൾ, അത് വിടർന്നു വരുമ്പോൾ. വസ്സുബ്ഹി ഇദാ തനഫസ് പ്രഭാതം വികസിച്ച് വെളിച്ചം വീശി വരുമ്പോൾ അതുകൊണ്ടും സത്യം ചെയ്ത് പറയുന്നു. വചനം 19. ഇന്നഹു
നിശ്ചയമായും അത് ലഖൗലുൻ വാക്കു തന്നെയാണ്, റസൂലിൻ കരീം മാന്യനായ ഒരു ദൂതന്റെ. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. നിശ്ചയമായും ഇത് അഥവാ ഖുർആൻ മാന്യനായ ഒരു ദൂതന്റെ വാക്കാകുന്നു. വചനം 20. ദീ ഖുവ്വത്തിൻ ശക്തിമാനായ, ഇൻദ ദിൽ അർശി അർഷിന്റെ ഉടമസ്ഥന്റെ അടുക്കൽ, മക്കീനിൻ സ്ഥാനി. ذي قوة عند ذي العرش مكين. അതേ ശക്തിമാനായുള്ളവൻ, അർഷിന്റെ അഥവാ സിംഹാസനത്തിന്റെ ഉടമസ്ഥന്റെ അടുക്കൽ സ്ഥാനമുള്ളവൻ. വചനം 21. മുതാഇൻ അനുസരിക്കപ്പെട്ടവൻ, തമ്മ അവിടെ, അമീൻ വിശ്വസ്തൻ. مطاع ثم أمين. അവിടെ അനുസരിക്കപ്പെടുന്നവൻ വിശ്വസ്തൻ അഥവാ അങ്ങനെയുള്ള ഒരു ദൂതന്റെ വാക്കാണ്. ലാ ഉഖ്സിമു ഞാൻ സത്യം ചെയ്തു പറയുന്നു എന്ന വാക്കിന്റെ ഘടനയും അർത്ഥത്തെയും സംബന്ധിച്ച് സൂറത്തുൽ വാഖിയയിലും മറ്റും പ്രസ്താവിച്ചത് ഓർക്കുക. 3 വസ്തുക്കളെക്കൊണ്ട് അള്ളാഹു ഇവിടെ സത്യം ചെയ്തു പറഞ്ഞിരിക്കുന്നു. 1 നക്ഷത്രങ്ങളെക്കൊണ്ട്. രാത്രി നക്ഷത്രങ്ങൾ പ്രത്യക്ഷപ്പെടുകയും പകൽ അപ്രത്യക്ഷമാകുകയും ചെയ്യുന്നു. ചില നക്ഷത്രങ്ങൾ അവയുടെ സഞ്ചാരപഥത്തിലൂടെ മുന്നോട്ട് വന്ന് പ്രത്യക്ഷപ്പെട്ടതിനു ശേഷം വീണ്ടും പിന്നോട്ട് മടങ്ങി കാഴ്ചയിൽ നിന്ന് മറഞ്ഞുപോകുന്നു. നക്ഷത്രങ്ങളുടെ ഇങ്ങനെയുള്ള സ്വഭാവ വിശേഷങ്ങളാണ് 15-16 വചനങ്ങളിൽ അൽ ഖുന്നസ് അൽ ജവാരിൽ ഖുന്നസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. 2 രാത്രിയെക്കൊണ്ട്. മുമ്പോട്ട് വെച്ചു എന്നും പിമ്പോട്ട് വെച്ചു എന്നുമുള്ള 2 വിപരീതാർത്ഥങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന വാക്കാണ് എസ് എന്ന ക്രിയ. അതുകൊണ്ട് 17-ാം വചനത്തിൽ രാത്രിയുടെ സ്വഭാവവിശേഷമായി പ്രസ്താവിച്ച ആ വാക്കിൻ്റെ താൽപ്പര്യം രാത്രി ഇരുട്ടുമായി മുമ്പോട്ട് വരുന്ന അവസരത്തിൽ എന്നോ അല്ലെങ്കിൽ അത് അതിൻ്റെ ഇരുട്ടും കൊണ്ട് പിന്നോട്ട് പോകുന്ന അവസരത്തിൽ എന്നോ ആകാവുന്നതാകുന്നു. 2 കാര്യം വ്യക്തമാണല്ലോ. 3 പ്രഭാതം കൊണ്ട്. പ്രഭാതത്തിൻ്റെ വിശേഷതയായി പ്രസ്താവിച്ച തനഫുസ് എന്ന വാക്കിന് ആശ്വസിച്ചു, ശ്വസിച്ചു, വികസിച്ചു, വെളിപ്പെട്ടു എന്നൊക്കെ സന്ദർഭമനുസരിച്ച് അർത്ഥം വരുന്നതാണ്. പ്രഭാതം അതിൻ്റെ വെളിച്ചം പരത്തിക്കൊണ്ട് വെളിപ്പെട്ട് വ്യാപിക്കുന്ന അവസ്ഥയാണ് 18-ാം വചനത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്ന ഓരോ സത്യവാചകങ്ങൾ പരിശോധിച്ചാലും ചിന്തിക്കുന്നവർക്ക് അതിൽ പല തത്വങ്ങളും പാഠങ്ങളും ദൃഷ്ടാന്തങ്ങളും അടങ്ങിയിരിക്കുന്നതായി കാണാവുന്നതാണ്. വിശുദ്ധ ഖുർആന്റെ സത്യത സ്ഥാപിക്കുകയാണ് ഈ സത്യങ്ങൾ മുഖേന അള്ളാഹു ചെയ്യുന്നത്. അള്ളാഹുവിങ്കൽ നിന്ന് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വന്നു കിട്ടുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനയാണല്ലോ. അദ്ദേഹം വളരെ മാന്യനായ ഒരു ദൈവദൂതനാകുന്നു. വളരെ ശക്തിമാനും ലോകാലോകങ്ങളുടെ സിംഹാസനാധിപതിയായ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉയർന്ന സ്ഥാനമാനങ്ങളുള്ള മഹാനുമത്രേ. മാത്രമല്ല അവിടെ അഥവാ മലക്കുകളുടെ ആവാസകേന്ദ്രമായ മലഉൽ ആലായിൽ അനുസരിക്കപ്പെടുന്ന നേതാവുമാണ്. ഇത്രയും മഹാനും വിശ്വസ്തനും യോഗ്യനുമായ ആ മലക്കാണ് തിരുമേനിക്ക് ഖുർആൻ എത്തിച്ചു കൊടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന അതേ വചനങ്ങളാണ് ഖുർആൻ. അപ്പോൾ ഖുർആൻ വന്നു കിട്ടിയതിൻ്റെ മാർഗം അങ്ങേയറ്റം സുരക്ഷിതവും വിശ്വസനീയവുമാകുന്നു. ഇനി ആ മഹാദൂതനിൽ നിന്ന് അത് ഏറ്റുവാങ്ങി സമുദായമധ്യേ ഓതിക്കേൾപ്പിക്കുകയും പ്രബോധനം ചെയ്യുകയും ചെയ്യുന്ന ആ ദൈവദൂതൻ്റെ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സ്ഥിതിയോ അതാണ് അടുത്ത വചനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. അള്ളാഹു പറയുന്നു, വചനം 22. വമ അല്ല, സ്വാഹിബുക്കും നിങ്ങളുടെ ചങ്ങാതി, ബിമജ്നൂൻ ഒരു ഭ്രാന്തൻ. വമാ സാഹിബുക്കും ബിമജ്നൂൻ. നിങ്ങളുടെ ചങ്ങാതി ഒരു ഭ്രാന്തൻ അല്ലതാനും. വചനം 23. വലഖദ് റആഹു തീർച്ചയായും അദ്ദേഹം അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ബിൽ ഉഫുഖി നഭോമണ്ഡലത്തിൽ, ഉപരിമണ്ഡലത്തിൽ, അൽ മുബീൻ പ്രത്യക്ഷമായ. വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ. തീർച്ചയായും അദ്ദേഹത്തെ അഥവാ ആ ദൂതനെ പ്രത്യക്ഷമായ നഭോമണ്ഡലത്തിൽ വെച്ച് അദ്ദേഹം കണ്ടിട്ടുണ്ട്. വചനം 24. വമാഹുവ അദ്ദേഹം അല്ലതാനും അലൽ ഗൈബി അദൃശ്യ വിവരത്തെക്കുറിച്ച്, മറഞ്ഞ വിഷയത്തിൽ,
ബിദനീൻ പിശുക്കു പിടിക്കുന്നവൻ. وما هو على الغيب بضنين അദ്ദേഹമാകട്ടെ അദൃശ്യവാർത്തയെപ്പറ്റി പിശുക്ക് കാണിക്കുന്ന ആളുമല്ല. വചനം 25. വമഹുവ അല്ലതാനും ബിഖൗലി ശൈത്താനിൻ വല്ല പിശാചിൻ്റെയും വചനം, ഒരു പിശാചിൻ്റെ വാക്ക്, റജീം ആട്ടപ്പെട്ട ശപിക്കപ്പെട്ട. وما هو بقول شيطان رجيم അത് അഥവാ ഖുർആൻ ആട്ടപ്പെട്ട അഥവാ ശപിക്കപ്പെട്ട വല്ല പിശാചിൻ്റെ വാക്കും അല്ല. അതെ, അദ്ദേഹം നിങ്ങൾക്ക് സുപരിചിതനാണ്. അദ്ദേഹം ജനിച്ചു വളർന്നതും ജീവിച്ചു വരുന്നതും നിങ്ങൾക്കിടയിൽ തന്നെ. അദ്ദേഹത്തിന് ഭ്രാന്തോ ബുദ്ധിഭ്രമമോ ഒന്നുമില്ല. അദ്ദേഹം ബുദ്ധിമാനും വിശ്വസ്തനുമാണ് എന്നൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. മുകളിൽ പ്രസ്താവിക്കപ്പെട്ട ആ മഹാദൂതനെ അദ്ദേഹം നേരിൽ തന്നെ ഉപരിമണ്ഡലത്തിൽ വെച്ച് കണ്ടുപരിചയപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന അദൃശ്യ വിവരങ്ങൾ അതേപടി എത്തിച്ചു കൊടുക്കുന്നതിൽ വല്ല വിധേനയും പിശുക്ക് കാട്ടി ഒളിച്ചും മറച്ചും വെക്കുന്ന സ്വഭാവക്കാരനുമല്ല അദ്ദേഹം. നിങ്ങൾ ജൽപ്പിക്കാറുള്ളതുപോലെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും ആട്ടി ദൂരത്താക്കപ്പെട്ട വല്ല പിശാചു മുഖേന ലഭിച്ചതുമല്ല ഈ ഖുർആൻ. വളരെ അനുഗ്രഹീതനും മാന്യനുമായ ആൾ വഴിയല്ലാതെ അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾക്ക് പാത്രമായ പിശാചുക്കളിൽ നിന്ന് ഇത്തരം ഉത്കൃഷ്ടവും പരിഭാവനവുമായ വചനങ്ങൾ എങ്ങനെ ലഭിക്കുവാനാണ്? നിങ്ങൾ ഒട്ടും ആലോചിക്കുന്നില്ലേ എന്നൊക്കെയാണ് ഈ വചനങ്ങളുടെ രത്നച്ചുരുക്കം. ജിബ്രീൽ അലൈഹിവസലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലവട്ടം കാണുകയുണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ സാക്ഷാൽ രൂപത്തിൽ തന്നെ 2 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിട്ടുണ്ടെന്നും പ്രസിദ്ധമാണല്ലോ. സാക്ഷാൽ രൂപത്തിലുള്ള കാഴ്ചയെക്കുറിച്ചാണ് 23-ാം വചനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. വചനം 26. ഫഅൈന അപ്പോൾ എങ്ങോട്ടാണ്, തദ്ഹബൂൻ നിങ്ങൾ പോകും. فأين تذهبون അപ്പോൾ എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? വചനം 27. ഇൻ ഹുവ അതല്ല, ഇല്ലാ ദിക്റുൻ ഒരു ഉപദേശമല്ലാതെ, ഒരു ഉത്ബോധനമല്ലാതെ, ലിൽ ആലമീൻ ലോകർക്കു വേണ്ടി. إن هو إلا ذكر للعالمين അത് ലോകർക്കു വേണ്ടിയുള്ള ഒരു ഉപദേശം അഥവാ ഉത്ബോധനം അല്ലാതെ മറ്റൊന്നും അല്ല. വചനം 28. ലിമൻ ഷാ അതായത് ഉദ്ദേശിച്ചവർക്കു, മിൻകും നിങ്ങളിൽ നിന്ന്, ഐ യസ്തഖീം താൻ ചൊവ്വിനു നിൽക്കാൻ, لمن شاء منكم أن يستقيم അതായത് നിങ്ങളിൽ നിന്ന് ചൊവ്വിനു നിലകൊള്ളുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി. വചനം 29. വമാ തശാഊന നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ലതാനും, ഇല്ല അൻ യശാ ഉദ്ദേശിക്കുന്നതായാലല്ലാതെ, അല്ലാഹു റബ്ബുൽ ആലമീൻ ലോകരുടെ രക്ഷിതാവായ. وما تشاءون إلا أن يشاء الله رب العالمين ലോകരക്ഷിതാവായ അല്ലാഹു ഉദ്ദേശിക്കുന്നതായാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ലതാനും. വാസ്തവം മേൽ വിവരിച്ച പ്രകാരത്തിലാണുള്ളത്. എന്നിരിക്കെ നിങ്ങളുടെ ദുർന്യായങ്ങളും കള്ളവാദങ്ങളും സ്ഥാപിക്കുവാൻ എന്തു മാർഗമാണ് നിങ്ങൾക്കുള്ളത്? എവിടെ പോയിട്ടാണ് നിങ്ങൾക്കതിന് സാധ്യമാകുക? ഇല്ല, ഒന്നുമില്ല, എവിടെയുമില്ല. ലോകർക്കാകമാനം വേണ്ടിയുള്ള ഉപദേശവും ഉത്ബോധനവും മാത്രമാണ് ഈ ഖുർആൻ. ഇതാണ് പരമാർത്ഥം. പക്ഷേ നേർമാർഗത്തിൽ ചൊവ്വിന് നിലകൊള്ളുവാൻ ഉദ്ദേശിക്കുന്നവർക്കേ അതിൻ്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂ. നേരെ മറിച്ച് നിങ്ങളെപ്പോലെ നിഷേധത്തിലും മർക്കടമുഷ്ടിയിലും നിലകൊള്ളുന്നവർക്ക് അതുകൊണ്ട് നേട്ടമൊന്നും കൈവരുവാനില്ല എന്നു സാരം. ലോകരക്ഷിതാവായ അള്ളാഹു ഉദ്ദേശിക്കുന്നതായാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല എന്ന് അള്ളാഹു അവസാനമായി ഉണർത്തിയിരിക്കുന്നു. ഒരു വമ്പിച്ച മൗലിക യാഥാർത്ഥ്യമാകുന്ന ഈ വിഷയത്തെപ്പറ്റി സൂറത്തുൽ ഇൻസാൻ 30-ാം വചനത്തിൻ്റെ വിവരണത്തിൽ വായിച്ചത് ഓർക്കുക. 19-ാം വചനത്തിൽ റസൂലുൻ കരീം മാന്യനായ ഒരു ദൂതൻ എന്ന് പറഞ്ഞത് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിനെ ഉദ്ദേശിച്ചാണെന്നും ഖുർആൻ അദ്ദേഹത്തിൻ്റെ വാക്കാണെന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം അദ്ദേഹമാണ്
അള്ളാഹുവിങ്കിൽ നിന്ന് അത് ഏറ്റുവാങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓതിക്കൊടുക്കുന്നതെന്നാണെന്നും മേൽ വിവരിച്ചതിൽ നിന്ന് സ്പഷ്ടമാണല്ലോ. ഖുർആൻ വ്യാഖ്യാതാക്കൾ പൊതുവിൽ അംഗീകരിച്ചിരിക്കുന്നതും ഇതുതന്നെയാണ്. എന്നാൽ മാന്യനായ ദൂതൻ എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചാണെന്നും ചിലർ പ്രസ്താവിച്ചിട്ടുണ്ട്. 20 മുതൽ 23 കൂടിയ വചനങ്ങൾ ശാന്തമായി പരിശോധിക്കുമ്പോൾ ഈ അഭിപ്രായത്തിന് പ്രസക്തിയില്ലെന്ന് കാണാവുന്നതാണ്. 22-ാം വചനത്തിൽ സാഹിബുക്കും നിങ്ങളുടെ ചങ്ങാതി എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചാണെന്നുള്ളതിൽ സംശയമില്ല. വഹി ലഭിക്കുന്നത് മലക്ക് മുഖാന്തരമായതുകൊണ്ട് ആദ്യം മലക്കിൻ്റെ വിശ്വാസതയും യോഗ്യതയും സ്ഥാപിച്ച ശേഷം ആ വഹീൻ്റെ പ്രബോധകനും അവർക്ക് സുപരിചിതനുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസ്യത ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. തുടർന്നുകൊണ്ട് 23-ാം വചനത്തിൽ 2 ദൂതന്മാരും മലക്കാകുന്ന ദൂതനും മനുഷ്യനാകുന്ന ദൂതനും തമ്മിൽ നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുതയും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. പിന്നീട് 24-ാം വചനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് യാതൊരു ആശങ്കക്കും അവകാശമില്ലെന്നും 25-ൽ നിഷേധികളുടെ ജൽപ്പനം വെറും മിഥ്യയാണെന്നും പ്രസ്താവിച്ചിരിക്കുന്നു. മാന്യനായ ഒരു ദൂതൻ റസൂലുൻ കരീം എന്ന് 19-ാം വചനത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണെന്ന അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് തുടർന്ന് പറഞ്ഞ വിശേഷണങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാക്കി വ്യാഖ്യാനിക്കുവാൻ സാഹസപ്പെടുന്ന കൂട്ടത്തിൽ ചില പുത്തൻ വ്യാഖ്യാനക്കാർ സൂറത്തുൻ നജ്മിൽ അവർ ചെയ്തിരിക്കുന്നത് പോലെ ഒരു വൃഥാശ്രമം ഇവിടെയും നടത്തിക്കാണുന്നു. അങ്ങനെ 23-ാം വചനത്തിന് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെളിഞ്ഞ മണ്ഡലത്തിലാണ് കണ്ടതെന്നും അഥവാ തിരുമേനി ഉന്നത നിലവാരത്തിലുള്ള ആളാണെന്നും മറ്റും അവർ അർത്ഥവ്യാഖ്യാനം നൽകിയിരിക്കുന്നു. സൂറത്തുൻ നജ്മിൽ വെച്ച് ഇവരുടെ ഈ അർത്ഥവ്യാഖ്യാനത്തിൻ്റെ പൊള്ളത്തരവും അതിന് ഇവരെ പ്രേരിപ്പിച്ച ഛേദോവികാരവും നാം എടുത്തുകാട്ടിയിട്ടുണ്ട്. അതിനാൽ ഇവിടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്നാലും മാന്യനായ ദൂതൻ റസൂലുൻ കരീം എന്ന വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചു തന്നെയാണെന്ന് താൽപ്പര്യപൂർവ്വം സമർത്ഥിക്കുവാൻ ഇവർ കൊണ്ടുവന്ന ചില ന്യായങ്ങളെക്കുറിച്ച് അല്പമൊന്ന് ഉണർത്തേണ്ടിയിരിക്കുന്നു. സൂറത്തുൽ ഹാക്ക 40-ാം വചനത്തിൽ ഇതേ വാക്ക് റസൂലുൻ കരീം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ച് പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളതുകൊണ്ട് ഇവിടെയും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് ഇവരുടെ ന്യായം. ദൂതന്റെ വിശേഷണമായി 21-ാം വചനത്തിൽ വിശ്വസ്തൻ അമീൻ എന്ന് പറഞ്ഞുവല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിക്ക് വിശ്വസ്തൻ അൽ അമീൻ എന്നൊരു സ്ഥാനപ്പേർ പറയപ്പെട്ടു വന്നിരുന്നത് പ്രസ്താവ്യവുമാണ്. ആകയാൽ മാന്യനായ ദൂതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണെന്നുള്ളതിന് ഇതും ഒരു തെളിവാണ് എന്നത്രേ മറ്റൊരു ന്യായം. 1-ാമത്തെ ന്യായത്തിനുള്ള മറുപടി ഇതാണ്. സൂറത്തുൽ ഹാക്കയിൽ മാന്യനായൊരു ദൂതൻ റസൂലുൻ കരീം എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചു തന്നെ, സംശയമില്ല. അതുകൊണ്ട് ഈ വാക്ക് കാണുന്നിടത്തെല്ലാം അതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചാവണമെന്നില്ല. ഒരു നിശ്ചിത വ്യക്തിയെപ്പറ്റി മാത്രം പറയപ്പെടാവുന്ന ഒരു പ്രത്യേക നാമം മഅരിഫ അല്ല അത്. കേവലം മാന്യനും ദൂതനുമായ ഏതൊരാളെക്കുറിച്ചും പറയപ്പെടാവുന്ന ഒരു സാമാന്യ നാമം നക്കിറ മാത്രമാണത്. മലക്കെന്നോ മനുഷ്യനെന്നോ ഉള്ള വ്യത്യാസത്തിനും അതിൽ പരിഗണനയില്ല. മാത്രമല്ല സൂറത്തുൽ ഹാക്കയിലെ സന്ദർഭവും ഈ സൂറത്തിലെ സന്ദർഭവും വ്യത്യസ്തമാണുതാനും. ഇതു സംബന്ധിച്ച് നാം അവിടെ ഉണർത്തിയിട്ടുമുണ്ട്. 2-ാമത്തെ ന്യായത്തിൻ്റെ മറുപടി ഇതാണ്. അമീൻ എന്ന വിശേഷണവും തന്നെ സാമാന്യനാമമായിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേക വിശേഷണമെന്ന നിലക്കായിരുന്നു അതിവിടെ പറഞ്ഞിരുന്നതെങ്കിൽ അതിൽ അൽ എന്ന അവ്യയം ചേർത്ത് അൽ അമീൻ എന്ന് പ്രത്യേകിപ്പിക്കുമായിരുന്നു. അങ്ങനെ ചെയ്യാത്ത സ്ഥിതിക്ക് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണമായിരിക്കണമെന്നുള്ളതിന് ഒരു തെളിവുമില്ല. പല നബിമാരെക്കുറിച്ചും സൂറത്ത് ഷുറായിൽ റസൂലുൻ അമീൻ വിശ്വസ്തനായ ഒരു ദൂതൻ എന്ന് അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നത് കാണാം. ഇതിനു പുറമെ അതേ സൂറത്തിൽ ജിബ്രീലിനെക്കുറിച്ച് അർ റൂഹുൽ അമീൻ വിശ്വസ്തനായ ആത്മാവ് എന്ന് അൽ ചേർത്ത് പ്രസ്താവിച്ചിട്ടുമുണ്ട്. അറബി വ്യാകരണത്തിൽ അല്പമെങ്കിലും പരിചയം നേടിയവർക്കെല്ലാം വേഗം മനസ്സിലാക്കാവുന്നതത്രേ ഈ വ്യത്യാസം. ചില സ്വന്തം താൽപ്പര്യങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് അവയുടെ സംരക്ഷണത്തിനും നീതീകരണത്തിനും വേണ്ടി നടത്തപ്പെടുന്ന ദുർവ്യാഖ്യാനം എന്നതിൽ കവിഞ്ഞ് ഇതിനൊന്നും യാതൊരു കഴമ്പുമില്ല.